ജപ്പാൻ വീണ്ടും വിറയ്ക്കുന്നു. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ശക്തമായ ഭൂകമ്പത്തിനു പിന്നാലെ സുനാമി മുന്നറിയിപ്പും വന്നിരിക്കുകയാണ്. എന്താണ് ജപ്പാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? റിച്ചർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ സംവിധാനങ്ങളും അവർക്കുണ്ട്. എങ്കിലും 2011 ദുരന്തത്തിന്റെ ഓർമ്മകൾ ജപ്പാൻ നിവാസികളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഭൂമിക്കടിയിൽ ഏകദേശം കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ചലനമുണ്ടായത്. പ്രകമ്പനം മിനിറ്റുകളോളം നീണ്ടുനിന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാനിൽ മാത്രം ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്? ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾ സംഗമിക്കുന്ന പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പങ്ങളിൽ 20% ജപ്പാനിലോ അതിനടുത്തോ ആണ് സംഭവിക്കുന്നത്. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏർലി വാർണിംഗ് സിസ്റ്റം ജപ്പാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.